പാലക്കാട് ഇന്ന് പോളിംഗ് ബൂത്തിലേക്ക്. തുടക്കത്തിൽ തന്നെ ബൂത്തുകളിൽ നീണ്ട നിര. പൊതു തെരഞ്ഞെടുപ്പിനേക്കാൾ വീറും വാശിയും നിറഞ്ഞ പാലക്കാട് നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ ഇന്ന് വോട്ടെടുപ്പ് ആരംഭിച്ചു. വോട്ടർമാർ ബൂത്തുകളിലേക്ക് എത്തി തുടങ്ങി. പോളിംഗ് ബൂത്തുകളിൽ തുടക്കത്തിൽ തന്നെ നീണ്ട ക്യൂ പ്രത്യക്ഷപ്പെട്ടു കഴിഞ്ഞു. ആകെ 184 ബൂത്തുകളാണുള്ളത്. രാവിലെ 7 മണി മുതൽ വൈകിട്ട് 6 മണി വരെയാണ് പോളിംഗ്. വൈകിട്ട് 6 മണി വരെ ക്യൂവിലെത്തുന്ന മുഴുവൻ വോട്ടർമാർക്കും തങ്ങളുടെ സമ്മതിദാനാവകാശം വിനിയോഗിക്കാൻ അവസരമുണ്ടാകും. ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചത് മുതൽ നിശബ്ദ പ്രചാരണ ദിനമായ ഇന്നലെ വരെ അപ്രതീക്ഷിത ട്വിസ്റ്റുകളും വിവാദങ്ങളും നിറഞ്ഞതായിരുന്നു പാലക്കാട്ടെ തെരഞ്ഞെടുപ്പ് ഗോത. 3 മുന്നണികളും വിജയപ്രതീക്ഷയോടെയാണ് തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. എന്നതുകൊണ്ട് തന്നെ ശക്തമായ ത്രികോണ മത്സരത്തിനാണ് പാലക്കാട് സാക്ഷ്യം വഹിക്കുന്നത്. 10 സ്ഥാനാർത്ഥികളാണ് ജനവിധി തേടുന്നത്. വിവാദങ്ങൾ തെരഞ്ഞെടുപ്പിനെ ബാധിക്കില്ലെന്ന് LDF സ്ഥാനാർത്ഥി ഡോക്ടർ പി സരിൻ പ്രതികരിച്ചു. എന്താണ് തെരഞ്ഞെടുപ്പിനുള്ള കാരണമെന്നതിനെ പറ്റി ജനങ്ങൾക്ക് ബോധ്യമുണ്ടെന്നും ജനങ്ങളുടെ മനസ്സിലൊരു തീരുമാനമുണ്ടെന്നും പി സരിൻ ചൂണ്ടിക്കാട്ടി. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് വോട്ടെടുപ്പിൽ ശുഭപ്രതീക്ഷയിലെന്ന് UDF സ്ഥാനാർത്ഥി രാഹുൽ മാങ്കൂട്ടത്തിലും പ്രതികരിച്ചു. മണപ്പുള്ളിക്കാവ് ക്ഷേത്രത്തിൽ ദർശനം നടത്തിയ ശേഷം മാധ്യമങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ. പൊതുജീവിതത്തിലായാലും വ്യക്തിജീവിതത്തിലായാലും വളരെ പ്രധാനപ്പെട്ട ദിവസമാണിന്നെന്നും രാഹുൽ പറഞ്ഞു. പാലക്കാട് നഗരസഭ പിരിയാരി, കണ്ണാടി, മാത്തൂർ പഞ്ചായത്തുകൾ ഉൾപ്പെടുന്നതാണ് പാലക്കാട് നിയമസഭാ മണ്ഡലം. 1,94,706 വോട്ടർമാരാണ് മണ്ഡലത്തിൽ ആകെയുള്ളത്. ഇതിൽ 1,290,000 പേർ വനിതകളാണ്. 85 വയസ്സിന് മുകളിലുള്ള 2,306 വോട്ടർമാരുണ്ട്. 780 പേർ ഭിന്നശേഷി വോട്ടർമാരാണ്. 4 ട്രാൻസ്ജെൻഡർ വോട്ടർമാരും 220 പ്രവാസി വോട്ടർമാരുമുണ്ട്. 2,445 പേർ കന്നി വോട്ടർമാരാണ്. 4 ഓക്സിലറി ബൂത്തുകൾ ഉൾപ്പെടെ 184 പോളിംഗ് സ്റ്റേഷനുകളാണ് സജ്ജമാക്കിയിട്ടുള്ളത്. 736 പോളിംഗ് ഉദ്യോഗസ്ഥരെയും നിയോഗിച്ചിട്ടുണ്ട്. എല്ലാ പോളിംഗ് സ്റ്റേഷനുകളിലെയും വോട്ടെടുപ്പ് നടപടികൾ വെബ്കാസ്റ്റിംഗ് നടത്തും. 23-നാണ് വോട്ടെണ്ണൽ.